സമയത്ത് 5 മണി കേട്ടോ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴക്കുള്ള. ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമ്മുടെ രാവിലത്തെ ബ്ലോഗ് തുടങ്ങുവാണ്. സമയം ഇപ്പം 4:45 കഴിഞ്ഞ് ഒരു 5 മണി ആവാറായി കേട്ടോ. രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് ഇനി കറിയൊക്കെ വയ്ക്കാൻ പോവുകയാണ്. സൈശേട്ടനും അബിക്കുട്ടനും ചോറ് കൊണ്ടുപോകണം. അപ്പോൾ രാവിലെ ഞാൻ അരി കഴുകുവാണ് ചോറ് വയ്ക്കാനായിട്ട്. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ജോലിയെല്ലാം ഒതുക്കണം, പാചകമെല്ലാം ഒതുക്കണം. അതിനുശേഷം പിന്നെ അബിക്കുട്ടനെ വിളിച്ച് റെഡിയാക്കി 8 മണിയാകുമ്പം വീട്ടിൽ ഓട്ടോ വരും കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിൽ വരും ഓട്ടോ. മുമ്പ് കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ ഞാൻ വാനിലായിരുന്നു വിടുന്നത്. വാനിൽ ഇപ്പം ജിത്തൂട്ടിനെ വെച്ചിട്ട് വാനിലൊക്കെ കൊണ്ടുപോകാനൊക്കെ പാട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് വരെ വാൻ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഒരു ഓട്ടോ ഏർപ്പാട് ചെയ്തു. അപ്പോൾ അബിക്കുട്ടനെ ഇപ്പോൾ ഇത്തിരി സമയം കിട്ടുന്നുണ്ട് കഴിക്കാനൊക്കെ കേട്ടോ. മറ്റേത് രാവിലെ എടുത്തുപാടി പെട്ടെന്ന് വാരി വലിച്ച് തിന്നിട്ടൊക്കെയാണ് രാവിലെ ഓടുന്നത് വാൻ വരാറാകുമ്പോഴത്തേക്കും. അങ്ങനെ ഞാൻ രാവിലെ തന്നെ ക്യാരറ്റ് തോരൻ വെച്ചു. ഇഡ്ഡലി സാമ്പാറാണ് വെക്കുന്നത്, സാമ്പാറും വെച്ചു. ഇപ്പം 2-3 ആഴ്ച ശേഷമാണ് ദൂരെയാണ് ജോലി കേട്ടോ. അതുകൊണ്ട് ചോറ് കൊണ്ട് പോകണം. ചില സമയങ്ങളിലൊക്കെ അടുത്താണെങ്കിൽ എനിക്ക് എളുപ്പമാണ്, ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും കേട്ടോ. അതിനുശേഷം ഞാൻ പാലെടുത്ത് ചായ ഇടാൻ പോവാണ്. ചായ ഇട്ടു. 7 മണിയായി കേട്ടോ. അങ്ങനെ അബിക്കുട്ടനെ വിളിച്ചു റെഡിയാക്കി. പിന്നെ സാമ്പാറിൽ മല്ലിയിലൊക്കെ ഇട്ടു. അബിക്കുട്ടനെ റെഡിയാക്കി നിർത്തിയിട്ട് കാപ്പി കൊടുക്കുകയാണ്. ഇഡ്ഡലി സാമ്പാറും കൊടുത്തു. അപ്പോഴും ജിത്തൂട്ട് അടുത്ത് തന്നെ നിൽപ്പുണ്ട് കേട്ടോ. ചില സമയങ്ങൾ ഭയങ്കര നിർബന്ധമാണ്. ഇപ്പം എന്തോ പറ്റിയോ എന്തോ അടുത്ത് തന്നെ നിന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓട്ടോ വന്നു. വഴി വെച്ചാൽ നിൽക്കുക. പോ കയറ്. അപ്പോഴും മഴ നല്ലോണം ചാറിക്കൊണ്ട് നിൽക്കുക കേട്ടോ. രാവിലെ തുടങ്ങിയ മഴയാണ്. നമുക്ക് മഴ കണ്ടാൽ പിന്നെ മനസ്സങ്ങ് മടിക്കും കേട്ടോ രാവിലെയുള്ള ജോലികളൊക്കെ ചെയ്യാൻ. അത് കഴിഞ്ഞ് ഞാൻ മീൻകറി വെക്കാൻ പോവാണ്. മീൻകറിക്ക് തേങ്ങ വറുത്തരച്ചാണ് വെക്കുന്നത് കേട്ടോ. മീൻകറി അടുപ്പത്താക്കി. മീൻകറിയുടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമല്ലോ. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ എനിക്ക് ഉറങ്ങാൻ പറ്റും കേട്ടോ. ചില സമയങ്ങളിലൊക്കെ ജിത്തൂട്ട ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഉച്ചയ്ക്കൊന്നും ഉറങ്ങാനൊന്നും പറ്റത്തില്ല. അങ്ങനെ എൻ്റെ ജോലി ഒരുവിധം ഒതുങ്ങി. ചാവച്ച് തിന്ന് ശേഷം ജിത്തൂട്ടിനെ കാപ്പി കൊടുത്തിട്ട് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചു കേട്ടോ. കുളിപ്പിച്ചാൽ നല്ലവണ്ണം ആൾ ഉറങ്ങും. അങ്ങനെ മേക്കപ്പ് ഒക്കെ പോട്ട് ഉറങ്ങിയാച്ച്. അപ്പോൾ അതിന് ശേഷം ഞാൻ കുളിക്കാൻ പോകണം. കാരണം എന്ന് വെച്ചാൽ നമുക്കിന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. അങ്ങനെ കല്യാണത്തിന് പോകണം. അപ്പം ഞാനും അമ്മയും ജിത്തൂട്ടിനായിട്ടാണ് പോകുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചർച്ചിലാണ് കേട്ടോ. കുറച്ച് നടന്നാൽ മതി, അവിടെയാണ് കല്യാണം. അങ്ങനെ ഒരു 1 മണിയെ കഴിഞ്ഞു. ഞങ്ങൾ റെഡിയായി കല്യാണം വീട്ടിൽ ചെന്ന്. കല്യാണം വീട്ടിൽ ചെന്നിട്ട് ചെറുക്കനെ പിന്നെ കണ്ടിട്ട് നേരെ അമ്മ ഷാപ്പിടാൻ പോയി. ഞാനാണെങ്കിൽ ജിത്തൂട്ടനായിട്ട് ഇങ്ങനെ പോപ്കോണിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് പോപ്കോൺ മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അമ്മ കഴിച്ചിട്ട് വന്നതിന് ശേഷം ഞാൻ ജിത്തൂട്ടനെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി കഴിക്കും. നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ പറ്റത്തില്ല. ജിത്തൂട്ടനെ വെച്ചുകൊണ്ട് അവൻ ഇലയൊക്കെ വരച്ചിട്ട് നമ്മളെ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ആദ്യം അമ്മ പോയി കഴിച്ചത്. അപ്പം ഞാൻ അവിടെ കുറേ നേരം അങ്ങ് ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് ചെന്നു. അപ്പോഴേക്കും ഈ പെണ്ണൊക്കെ ഇറങ്ങാൻ നിൽക്കുവാണ്. അപ്പോൾ പെണ്ണിനെയൊക്കെ യാത്ര അയക്കുകയാണ് എല്ലാവരും കേട്ടോ. അങ്ങനെ അപ്പോഴത്തെ അമ്മ കഴിച്ചിട്ട് വന്നു. പിന്നെ ഞാൻ പോയി കഴിക്കാൻ പോയത്. കഴിക്കാൻ ചെന്നപ്പോൾ 2 വരിയായിട്ടുണ്ട്. അപ്പോൾ ഒരു വരിയിൽ ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്നു, വേറെ വരിയിൽ ടേബിളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൾക്കാരൊക്കെ അവിടെ ഫുള്ളായാലേ അടുത്ത ഇല ഇടുകയുള്ളൂ. അപ്പോഴത്തേക്ക് ഇലയൊക്കെ വന്നു. നല്ല നോൺ വെജ് സദ്യയായിരുന്നു കേട്ടോ. നല്ല ബീഫ് കറിയൊക്കെ കൂട്ടി അടിപൊളി സദ്യയായിരുന്നു. സൂപ്പറായിട്ട് കഴിച്ചു കേട്ടോ. ലാസ്റ്റ് നല്ല അടപ്പായസം വന്നു കേട്ടോ. ഞാൻ പായസത്തിൽ പഴമൊക്കെ ഞെവിടിയാണ് തിന്നത്. നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു. വൈകുന്നേരമായി സാമിയൊക്കെ തൊഴുതിട്ട് അബിക്കുട്ടൻ്റെ ഹോംവർക്ക് എഴുതാനിരുന്നു. ജിത്തൂട്ടൻ പതുപോലെ അബിക്കുട്ടനെ ശല്യപ്പെടുത്താനിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെയാണ്. നമ്മളെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. കണ്ടില്ലേ, ഒരാൾ ശല്യപ്പെടുത്താനായിട്ട് പോവുകയാണ്. അവനെ പഠിക്കാനേ സമ്മതിക്കത്തില്ല കേട്ടോ. പിന്നെ എന്താ പറയുക. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നേർന്നിട്ട് നിർത്തുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്